السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. നമ്മൾ കഴിഞ്ഞ ദിവസം സൂറ ആൽ ഇമ്രാനിലെ രണ്ടായത്ത് ഒന്ന് കവർ ചെയ്തല്ലേ? അൽഹംദുലില്ലാ. ഇൻട്രൊഡക്ഷനും കണ്ടു. അപ്പം ഇവിടെ ജോയിൻ ചെയ്ത പുതിയ ആളുകളെല്ലാം മെയിൻ ഗ്രൂപ്പിൽ, ഏതെങ്കിലും ഒരു മെയിൻ ഗ്രൂപ്പിൽ 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും ഒരു മെയിൻ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നിൽ കൂടുതൽ മെയിൻ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാത്രം വെച്ചിട്ട് ബാക്കി ലീവ് ചെയ്യാട്ടോ ഇൻഷാ അല്ലാ. പിന്നെ സബ് ഗ്രൂപ്പ് റിക്വസ്റ്റ് തന്നവർക്ക് സബ് ഗ്രൂപ്പും റോൾ നമ്പറും ഒക്കെ ഇൻഷാ അല്ലാ ബാക്ക് എൻഡിൽ നമ്മൾ അങ്ങനെ ശരിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ, അതായത് അടുത്ത എക്സാമിന് മുമ്പേ എന്തായാലും റോൾ നമ്പേഴ്സ് തരും. പരമാവധി നേരത്തെ തരാൻ നോക്കാം ഇൻഷാ അല്ലാ. പിന്നെ സബ് ഗ്രൂപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പം ശരിക്കും ജെന്യുവൻ ആയിട്ട് എക്സാമുകൾ എഴുതാനും സ്ഥിരമായിട്ട് പഠിക്കാനും ആഗ്രഹമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആഗ്രഹമുള്ളവർക്കൊക്കെ ചിലപ്പം അവിടേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ശരിക്കും അത് അറിഞ്ഞിട്ട് ആഗ്രഹം ഉള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന് നമുക്ക് കുറെ സമയം സ്പെൻഡ് ചെയ്യണം. പക്ഷെ എല്ലാവരും വന്നതുപോലെ തിരിച്ചു പോകുമ്പോൾ അത് അവർക്കൊരു പ്രയാസമായിട്ട് മാറും. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ ഇൻട്രൊഡക്ഷൻ സെഷൻസിന്റെ കാര്യം ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തഫ്സീറിന്റെ ഇൻട്രൊഡക്ഷൻ, ഫാത്തിഹയുടെ ഇൻട്രൊഡക്ഷൻ, സൂറ ബഖറയുടെ ഇൻട്രൊഡക്ഷൻ, റൂട്ട് ലെറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഇത്രയും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജോയിൻ ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇൻഷാ അല്ലാ ഇന്ന് ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യാം. അത് ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഈ യാത്രയിൽ. ആലിമ്രാനിൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട്. ഓക്കെ, ഇനി കണ്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയധികം ക്ലാസ്സസ് കാണാനോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പ്രയാസമാണെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കാണും. അവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ ഏതെങ്കിലും സിസ്റ്റേഴ്സ്, അവിടെ നമ്മളുടെ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം പുതിയതായതുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് യൂട്യൂബിൽ മാത്രം വ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പലരും എങ്ങനെയാണ് ലൈവിൽ കയറാന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവർക്കാണെങ്കിൽ അവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് ചാനലിന്റെ പേജിൽ, അതായത് മെയിൻ പ്രൊഫൈൽ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് കുറെ ലിങ്കുകളിൽ ഏറ്റവും ആദ്യത്തെ ലിങ്ക് നിങ്ങൾക്ക് കാണാം, അബൌട്ട് ലേഡീസ് ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നും ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് മെയിൻ ഗ്രൂപ്പിലേക്കും മറ്റ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആൽ ഇമ്രാനിൽ 3ഉം 4ഉം ഓക്കെ 2 ആയത്തുകൾ മാത്രമാണ് എടുക്കുന്നത് ഇൻഷാ അല്ലാ. ആദ്യം 3-ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ കേൾക്കാം. ഓക്കെ, അപ്പൊ 3-ാമത്തെ ആയത്തില് പറയുന്നത്, നബിയെ, ഈ വേദഗ്രന്ഥത്തെ അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കി ശരിവെച്ചുകൊണ്ട് യഥാർത്ഥ പ്രകാരം അവൻ നിനക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. തൗറാത്തും ഇഞ്ചീലും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിനു മുമ്പായി മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ട് സത്യാസത്യ വിവേചനവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. വാക്കർത്ഥം നോക്കാം. നസ്സല, അവൻ അവതരിപ്പിച്ചു. നൂൻ സായ് ലാം. അലൈക, നിന്റെ മേൽ അല്ലെങ്കിൽ നിനക്ക്. അൽ കിതാബ, വേദഗ്രന്ഥം. കാഫ് ത ബ. ബിൽ ഹഖി, യഥാർത്ഥ പ്രകാരം, മുറപ്രകാരം. ഹ ഖാഫ് ഖാഫ്. മുസദ്ദിഖൻ, സത്യമായി അല്ലെങ്കിൽ ശരി വെച്ചുകൊണ്ട്, സത്യമാക്കിക്കൊണ്ട്. സ്വാദ് ദാൽ ഖാഫ്. ലിമ ബൈന യദൈ, അതിന്റെ മുമ്പിലുള്ളതിന്. യ ദാൽ യ. വഅൻസല, അവൻ ഇറക്കുകയും ചെയ്തു. നൂൻ സായ് ലാം. അത്തൗറാത്ത്, തൗറാത്ത്. വൽ ഇൻജീൽ, ഇൻജീൽ. തഫ്സീർ നോക്കാം നമുക്ക്.
നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം അല്ലെ. അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ വളരെ വിശേഷപ്പെട്ട രണ്ട് സിഫാത്തുകളെ കുറിച്ച് അല്ലെങ്കിൽ രണ്ട് നാമങ്ങളെ കുറിച്ച് അതിന്റെ ആഴങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരാണ് ഈ, അതായത് ഈ ഹയ്യുൽ ഖയ്യൂം ആയ റബ്ബ് ചെയ്ത ഒരു കാര്യമാണ് തുടർന്ന് പറയുന്നത്. എന്താണ്? നസല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. അവൻ ആരാണ്? ഗ്രന്ഥത്തിലെ കിതാബിനെ നസൽ ഗ്രാജുവലി ക്രമേണ നിങ്ങൾക്ക് അവതരിപ്പിച്ചവനാണ്. എങ്ങനെ? ബിൽ ഹഖ് സത്യപ്പെടുത്തിക്കൊണ്ട്, സത്യമാക്കിക്കൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ശരി വെച്ചുകൊണ്ട്, യഥാർത്ഥ പ്രകാരം എന്നൊക്കെ പറയും. നസ്സല യുനസ്സിലു തൻസീൽ. നസ്സല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ഇറക്കലാണ്. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കലാണ്. പക്ഷെ എങ്ങനെയാണ് നസ്സല എന്ന് പറഞ്ഞാല് അത് ഗ്രാജുവലി ക്രമേണ ഇറക്കലാണ്. ഒരു പാർട്ട് കഴിഞ്ഞ അടുത്ത പാർട്ട്, അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ഒറ്റയടിക്കല്ലാണ്ട് ക്രമേണ ഇറക്കുന്നതിനെയാണ് നസ്സല എന്ന് പറയുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹയ്യ് അൽ ഖയ്യൂം ആയ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞ ആ റബ്ബ് അവൻ എന്താ ഇറക്കിയത്? എവിടെ ഇറക്കിയത്? അലൈക, നിന്റെ മേൽ. ആരുടെ മേൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മേൽ. എന്ത്? അൽ കിതാബ്. കിതാബ് ഏത് കിതാബാണത്? ഖുർആൻ അല്ലെ. എങ്ങനെ ഇറക്കിയത്? ബിൽ ഹഖ്, സത്യം കൊണ്ട്, ശരി വെച്ചുകൊണ്ട്. അപ്പം ഹഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹഖ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അത് എങ്ങനെയാണോ കാണേണ്ടത് അങ്ങനെ, അത് എങ്ങനെ ആയിരിക്കണമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഹഖ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് രീതിയിലായിരിക്കണോ അത് പെർഫെക്റ്റ് ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട്, അതിനാണ് ഹഖ് എന്ന് പറയുന്നത്. അതിന് ഏത് രീതിയാണോ മാച്ച് ആവുക ആ രീതിയിൽ. ഓക്കെ, ഏത് സമയത്താണോ അത് ഏറ്റവും ബെസ്റ്റ് ആവുക ആ സമയത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹുവിന്റെ കിതാബിനെ അള്ളാഹു ഇറക്കി ബിൽ ഹഖ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹഖ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ, അതായത് ആ ഒരു കാര്യം എങ്ങനെയാണോ, ഏത് രീതിയിലാണോ, ഏത് സമയത്താണോ അത് എങ്ങനെ ആയിരിക്കണമോ അങ്ങനെ, അതാണ് ഹഖ് അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് ഖുർആനെ ഇറക്കിയത്? അത് എപ്പോഴായിരുന്നോ ഏറ്റവും ആവശ്യമുണ്ടായിരുന്നത്. അതായത് ഈസാ അലൈഹിസ്സലാമിന്റെ കാലത്തിന് ശേഷം എന്താ സംഭവിച്ചത്? ഈസാ അലൈഹിസ്സലാമിനെ ശരിക്കും നല്ല രീതിയിൽ പിന്തുടരുന്ന ആൾക്കാരൊക്കെയും പീഡിപ്പിക്കപ്പെട്ടു അല്ലെ, പലരെയും കൊല ചെയ്തു. സുബ്ഹാനല്ലാഹ്. അത് ഏതറ്റം വരെ? ആളുകൾക്ക് അതായത് അവിടെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ ഉൾക്കൊള്ളണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഒത്തു പോണെങ്കിൽ ഒരു ഗ്രന്ഥത്തിനെ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഓക്കെ, ആ അവസ്ഥയിലേക്ക് എത്തി. അല്ല ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പീഡനമായിരുന്നു. അപ്പം അവരെന്താക്കി? ഓക്കെ, ജീവിക്കാൻ വേണ്ടിയിട്ട് ബുക്കിനെ ചേഞ്ച് ചെയ്യാൻ തയ്യാറുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെ. അതുകൊണ്ട് തന്നെ ആളുകളും വിശ്വാസികളെല്ലാം അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പാതയിൽ നിന്ന് അങ്ങനെ വ്യതിചലിച്ച് പോകാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ സമയം കഴിഞ്ഞു. അതിനുശേഷം മെസ്സഞ്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല അല്ലെ, പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ല. ആളുകൾ കംപ്ലീറ്റ് ഡീവിയേറ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പം അവർക്കൊരു ഹിദായത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം തൗറാത്ത്, അതിനു മുമ്പ് വന്ന തൗറാത്ത് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇഞ്ചീല് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആളുകൾ കംപ്ലീറ്റ് വഴി നഷ്ടപ്പെട്ടു തുടങ്ങി അല്ലെ. അപ്പം അവർക്ക് എന്ത് വേണം? ഹിദായത്ത് വേണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തിന് ബിൽ ഹഖ് അല്ലെ, ഹഖോടുകൂടി, സത്യത്തോടുകൂടി, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമില്, ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഇറക്കി. ഓക്കെ, അപ്പം ബിൽ ഹഖ് നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. അപ്പം ഈ ഒരു ഗ്രന്ഥം അത് ഏറ്റവും ശരിയായ രീതിയിൽ, ഏറ്റവും കറക്റ്റ് ആയ രീതിയിൽ, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇറക്കിയത്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തിനെ ഇറക്കിയത്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ ഖുർആനെ താഴോട്ട് കൊണ്ടുവന്നത്. അത് അള്ളാന്റെ കലാമാണ്. സുബ്ഹാനല്ലാഹ്, അതിന് റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അതിന് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് എത്തിച്ചല്ലേ. ഇതാണ് അതിന്റെ ഹക്ക്, ആ ഗ്രന്ഥത്തിന്റെ അതിൽ അല്ലെ, അതിനോട് കാണിക്കേണ്ട നീതി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അതിനെ ഇറക്കിയത്. ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ഏതെങ്കിലും ഒരു മലക്കല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ്? റൂഹുൽ അമീൻ ആണ് അല്ലെ, അങ്ങേയറ്റം വിശ്വസ്തനായിട്ടുള്ള മലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്. റൂഹുൽ അമീൻ ആണ്. സുബ്ഹാനല്ലാഹ്, സൂറ അശ്-ശുറായില് 192, 193 ആയത്തുകളിൽ പറയുന്നുണ്ട്.
വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, തീർച്ചയായും ഇത് ഖുർആൻ ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു. നസ്സല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്താത്മാവ് ജിബ്രീൽ അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാമിനെ തന്നെ, റൂഹുൽ അമീനെ തന്നെ തെരഞ്ഞെടുത്തു. എന്തിന്? അതിന് അത്രയും സവിശേഷതയുള്ളത് കൊണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്ത്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വഴിക്കില്ലേ, ആര് വഴിയാണോ അത് കൊടുത്തു വെച്ചത്, അങ്ങനെ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ബിൽ ഹക്ക്, അതിന്റെ എല്ലാ ഹക്കും കൊടുത്തുകൊണ്ട്. ഇനി ബിൽ ഹക്ക് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ആ കിതാബില് ഹക്ക് ഉണ്ട്. ഓക്കെ, ആ കിതാബിൽ വന്ന കാര്യങ്ങളില് ഹക്കാണുള്ളത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ആ ബുക്കിനകത്ത് എന്തുണ്ടോ അതെന്താണ്? സത്യമാണ്, ഹക്കാണ്. അതിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെന്റും അതെന്താണ്? ഹക്കാണ് അല്ലെ. ഒരു സംശയവും ഇല്ല, ഒരു റൊയ്ബും ഇല്ലാത്ത കാര്യമാണ് അല്ലെ. എല്ലാ റൊയ്ബ് ഫീ, അതുപോലെ യാതൊരു സംശയവും ഇല്ലാത്ത ഹക്കായിട്ടുള്ള കാര്യമാണ് അത് വന്നിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് എന്താക്കുക, അതിനെ വിശ്വസിക്കല്ലേ, ട്രസ്റ്റ് ചെയ്യുക. കാരണം അള്ളാന്റെ വാക്കുകളാണത്. സുബ്ഹാനല്ലാഹ്. മുമ്പത്തെ ആയത്തില് നമ്മൾ കണ്ടിരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു എന്താണ്? അൽ ഹൈ വൽ ഖയ്യൂം അല്ലെ. അള്ളാഹിന്റെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇത്രയും എന്താണ് സൂപ്പർ ഫൈൻ ആയിട്ടുള്ള അള്ളാഹിന്റെ സിഫാത്തുകള് പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹ് എന്താ പറയുന്നത്? അവനാണ് ഈ ഗ്രന്ഥം ഇറക്കിയത് അല്ലെ. ശരിക്കും ഏതെങ്കിലും ഒരു ബുക്ക്, നമുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങാൻ കിട്ടാനുണ്ടെന്ന് വെച്ചു. ഓക്കെ, ആ ബുക്ക് നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം എന്താ? അത് ആരാ എഴുതിയത് അല്ലെ. അതിന്റെ ഓതന്റിസിറ്റി നമ്മൾ എങ്ങനെയാ നോക്കാം? അത് ഇന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇന്ന ആൾ എഴുതിയതാണ്, അത് അവരുടെ ബുക്കുകളൊക്കെ ഭയങ്കര സ്വീകാര്യമാണ് അല്ലെ. അപ്പം ആ ഓതർ എത്രത്തോളം ബെസ്റ്റ് ആണോ അത്രത്തോളം ആയിരിക്കും സുബ്ഹാനല്ലാഹ് അതിന് ഉള്ള ആ ഒരു സ്വീകാര്യത അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഓതർ അല്ലാന്ന് വിചാരിക്കാം, പബ്ലിഷേഴ്സിനെ നോക്കൂല്ലേ. നമ്മൾ ദാറുസ്സലാമിന്റെ ബുക്കാണോ അല്ലെ, അതുപോലെ ഓരോ പബ്ലിഷേഴ്സ് ഉണ്ട്, വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പബ്ലിഷേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ പബ്ലിഷർ ആരാന്ന് നോക്കും അല്ലെ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാണെന്ന് വെച്ചോ, അതെങ്ങനെയാ നമ്മൾ നല്ലതാണോ എന്ന് ചോദിക്കാം. അത് ഇന്ന ബ്രാൻഡാണോ എന്നാൽ നല്ലതായിരിക്കും അല്ലെ. അല്ലെങ്കിൽ അവർ ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന ഷോപ്പിന്റെ ആണോ സാധനങ്ങളൊക്കെ നല്ലതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഗ്രന്ഥം ആരാണ് അത് ഇറക്കിയത്? അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹു അൽ ഹൈ അൽ ഖയ്യൂം, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റബ്ബ് ഇറക്കിയ ഒരു ഗ്രന്ഥാണ് അതിലെ. അതിന് നിങ്ങൾ വാല്യൂ ചെയ്യൂലേ അല്ലെ, അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കൂലേ? സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയൊരു അഷുറൻസ് ഈ ഗ്രന്ഥത്തിനെ കുറിച്ച് വേറെ എന്ത് വേണം അല്ലെ. അള്ളാഹു ആണ് അത് ഇറക്കിയത്. സുബ്ഹാനല്ലാഹ്. ഇനി അത് എങ്ങനെയാ ഇറക്കിയത്? ഗ്രാജുവലി നസ്സല അല്ലെ. അതൊരു മിനിറ്റിലോ ഒരു സെക്കൻഡിലോ അള്ളാഹ് ഇറക്കായിരുന്നോ? ഇല്ല. പക്ഷെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 23 വർഷമാണ് ആ ഗ്രന്ഥത്തിനെ താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ഗ്രാജുവലി ഇറക്കിയത്? എന്തായിരിക്കും അതിന്റെ കാരണം അല്ലെ. ഖുർആനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മെല്ലെ മെല്ലെ ഇറക്കിയത്? ഒരു അള്ളാഹ് സുബ്ഹാനഹു വ തആലക്ക് അതിന് ഒരൊറ്റ മിനിറ്റിൽ ഇറക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അല്ലെ. ഒന്ന് ആലോചിച്ചു, ഖുർആനിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഒരൊറ്റയടിക്ക് ഞാൻ അങ്ങ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എനിക്കത് സ്വീകരിക്കാം എന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ആണോ അല്ലെ. ശരിയായ അർത്ഥത്തിൽ പലതിനെയും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരധികം അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഏതൊരു കാര്യത്തിന് ഒറ്റയടിക്ക് ഞാൻ അതങ്ങ് ചെയ്ത് കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ തന്നെ സുബ്ഹാനല്ലാഹ് കുറെ സമയം എടുക്കും അല്ലെ. അത് ഉൾക്കൊള്ളാൻ സമയം എടുക്കുന്നുണ്ട്, അതിനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ സമയം എടുക്കുന്നുണ്ട്. അപ്പം അതിന് അത്രയും സമയം കൊടുക്കുമ്പോൾ ആളുകൾക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ ആവും അല്ലെ. ജസ്റ്റ് മനസ്സിലാക്കിയ പോരല്ലേ, മനസ്സിലാക്കി സ്വീകരിച്ച് അതിനെ ഇംപ്ലിമെന്റ് ജീവിതത്തിൽ കൊണ്ടുവരണം. ശരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും അല്ലെ, നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം അറിവ് വരും. ശരിക്കും അറിവ് വന്നിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും ശരിക്കും ഇത് ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. അതും കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിനെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് തോന്നും ഞാൻ ആ കേട്ട കാര്യമൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഭയങ്കരമാണ് പ്രാവർത്തികമാക്കിയിട്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആന്നൊക്കെ തോന്നുമെങ്കിലും ശരിക്കും അങ്ങനെയല്ല അല്ലെ. ഇന്നലെ നമ്മളെ ലൈവിന് ശേഷമുള്ള ഡിസ്കഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 പേരുകൾ അസ്മാൽ ഹുസ്ന ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചിട്ട് അസ്മാൽ ഹുസ്ന ബൈഹാർട്ടാക്കിയ ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ മെല്ലെ മെല്ലെ നമ്മൾക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല അല്ലെ.
ഈവൻ ആ നാമങ്ങൾ ഉപയോഗിച്ച് ദുആ ചെയ്യുമ്പോൾ പോലും സുബ്ഹാനല്ലാഹ് ആ ഓരോ വാക്കുകളുടെ വെയിറ്റ് മനസ്സിലാക്കുമ്പോൾ അതിന് ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ ഓരോ നാമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെ, അള്ളാഹു അൽ ഹയ്യാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അള്ളാഹു അൽ ഖയ്യൂമാണ്, അള്ളാഹു അൽ സമീആണ്, അള്ളാഹു അൽ ബസീറാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പം ഒരു ഫുൾ ജീവിതം തന്നെ, ആയുസ്സും തന്നെ വേണ്ടി വരും അല്ലെ. അപ്പം അള്ളാഹ്ക്കറിയാം ഇത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം നസ്സല അല്ലെ, ഗ്രാജുവലി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇറക്കി. വേറെയും ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലെ. എന്നാലോചിക്ക്, ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒറ്റയടിക്ക് തരാന്ന് വെച്ചോ, നമുക്ക് അതിനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ കുറച്ചായിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അയാളുടെ ഒരു കൊല്ലത്തില് ജോലി ചെയ്താൽ അയാൾക്ക് കിട്ടുക 25 ലക്ഷമാണെന്ന് വെച്ചോ. അപ്പം അയാളുടെ ബോസ് അയാളോട് പറയാം, എന്താ 25 ലക്ഷം നീ വെച്ചോ, ഇത് നിന്റെ ജോലിക്ക്, ഒരു കൊല്ലത്തെ ജോലിക്കുള്ള പണിയാണ്, അതിലെ പൈസയാണ്. അയാൾക്ക് അതിനെ വാല്യൂ ചെയ്യാൻ പറ്റും. അയാൾ മിക്കവാറും അത് കിട്ടിയ ഉടനെ അതിന്റെ പകുതി എന്തൊക്കെയോ കാര്യങ്ങൾക്കൊക്കെ ചെലവാക്കി വേസ്റ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് മാസം മാസം കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പൈസക്ക് ഒരു വാല്യൂ ഉണ്ടാവുമായിരുന്നില്ലേ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും, അടുത്ത മാസം കിട്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യണം, അപ്പോഴേക്ക് ആവശ്യങ്ങളും ഉണ്ടാവും അല്ലെ, അതാക്കണം ഇതാക്കണം, എന്നിട്ട് അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. ഒന്നിച്ച് കൊടുത്തിരുന്നെങ്കിൽ കിട്ടിയ ഒരു അല്ലെ ആവേശത്തിലുള്ള ഒരു യൂസേജ് അത് കഴിയുമ്പോ ഇതാക്കുക അല്ലെ. ഒന്ന് വീണ്ടും കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ ഖുർആനും തഫ്സീറും പഠിക്കുന്ന ഈ ഒരു രീതിയിൽ, ഖുർആനും തഫ്സീറും പഠിക്കാനുള്ള ഒന്നിച്ച് പഠിക്കുന്ന രീതികളും ഉണ്ടല്ലേ. ഒരു മാസത്തിൽ ഒരു സൂറത്ത് പഠിച്ചു തീർക്കുന്ന, അല്ലെങ്കിൽ 2-3 കൊല്ലങ്ങൾ കൊണ്ട് ഖുർആൻ മുഴുവനും പഠിച്ചു തീർക്കുന്ന സുബ്ഹാനല്ലാഹ്, ആ രീതികളൊന്നും കംപ്ലീറ്റ് ഒഴിവാക്കണം, ഹറാമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. ശരിക്കും നമുക്ക് അതിനെ വാല്യൂ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എന്തോ ഒരു വെടിയും പുകയും പോലെ അതങ്ങ് പോവുമല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോ ആയത്തുകളുമായിട്ടും ഓരോ സൂറത്തുകളായിട്ടും മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മെല്ലെ മെല്ലെ എത്തുമ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ റബ്ബേ ഇതിനുള്ള സൊല്യൂഷൻ വേണം എന്ന് കരുതിയിട്ട് നമ്മൾ അടുത്തടുത്ത ആയത്തുകൾക്ക്, അടുത്തടുത്ത സൂറത്തുകൾക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് അല്ലെ, അതെന്തുകൊണ്ടാ? കുറച്ച് കിട്ടിയിട്ട് നമുക്ക് അതിനെ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി സുബ്ഹാനല്ലാഹ് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അല്ലെ. ഒറ്റയടിക്ക് പഠിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ പോലെ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആരോ നോട്ട് എഴുതണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോട്ട് ഇപ്പം ക്ലാസ് കേൾക്കുമ്പോൾ എഴുതണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് കേട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് നോട്ട്സ് ഇവിടെ ഷെയർ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, ഈ ഗ്രന്ഥം അല്ലെ അത് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ? അത് ഗ്രാജുവലി, ക്രമേണ ഇറക്കിയത് മാത്രമല്ല, ഹക്കോട് കൂടി ഇറക്കിയത് മാത്രമല്ല, പക്ഷെ എന്തും കൂടിയാണ് മുസ്വദ്ദിഖൻ, അത് കൺഫേം ചെയ്യുന്നതാണ്, സത്യപ്പെടുത്തുന്നതാണ്. എന്തിനാ അത് സത്യപ്പെടുത്തുന്നത്? ലിമാ ബൈന യദൈ, അതിന് മുമ്പുള്ളതിനെ. എന്താണ് ഈ മുസ്വദ്ദിഖ്? എന്തെങ്കിലും ഒന്ന് വേറെ ഒന്നിന്റെ സത്യസന്ധതയെ കൺഫേം ചെയ്യുമ്പോഴാണ് മുസദ്ദിഖ് ആവുന്നത്. തസ്ദീഖിൽ നിന്ന് വരുന്ന വാക്കാണ്. ഓക്കെ, തസ്ദീഖ് എന്ന് പറയുമ്പോൾ സിദഖ് അല്ലെ, സിദഖ് എന്ന സത്യസന്ധത. അപ്പൊ മുസദ്ദിഖ് എന്ന് പറയുമ്പോൾ വേറെന്തിനോ ഒന്നിനെ സത്യപ്പെടുത്തുക. അപ്പൊ ഖുർആൻ എന്താണ്? മുസദ്ദിഖ് ആണ് അല്ലെ. എങ്ങനെയാണ് അത് മുസദ്ദിഖ് ആവുന്നത്? ലിമാ ബൈന യദൈ, അതിന്റെ മുമ്പുള്ളതിനെ. എന്താ അതിന് മുമ്പുള്ളത്? അതിന് മുമ്പിറങ്ങിയ ഗ്രന്ഥങ്ങൾ. ഉദാഹരണത്തിന് തൗറാത്ത് അല്ലെ, ഇഞ്ചീല്, അതുപോലെ ഏതൊരു ഗ്രന്ഥവും. ഓക്കെ, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് ഈ തൗറാത്ത്, ഇഞ്ചീല് പോലെയുള്ള ഏതൊരു ഗ്രന്ഥവും എങ്ങനെയാണ് അത് ഖുർആൻ അതിനെ മുസദ്ദിഖാകുന്നത്? 2 രീതിയിൽ. ഒന്ന്, ഖുർആൻ, ഈ ഗ്രന്ഥങ്ങളും ഖുർആനും ഒക്കെ എല്ലാം ഇറക്കിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് ഒരു രീതിയിലുള്ള ഒരു അർത്ഥം. അത് മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഖുർആൻ ഈ എല്ലാ ഗ്രന്ഥങ്ങളുടെയും സത്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ഗ്രന്ഥങ്ങളെയും ഖുർആനെയും ഇറക്കിയത് അല്ലെ. തൗറാത്താണെങ്കിലും ഇഞ്ചീലാണെങ്കിലും അതിനെയും ഖുർആനെയും ഇറക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണെന്നുള്ളത് ഒരു വശം. ഇനി രണ്ടാമത്തെ കാര്യം, ഖുർആൻ പഴയ ഗ്രന്ഥങ്ങളെ കൺഫേം ചെയ്യുന്നു, മുസദ്ദിഖാക്കുന്നു അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പഴയ ഗ്രന്ഥങ്ങളിലുള്ള കണ്ടന്റിനെ, ഓക്കെ, അതിനകത്ത് എന്താണോ ഉൾക്കൊണ്ടിട്ടുള്ളത് അതിനെ സത്യപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് പഴയ ഗ്രന്ഥങ്ങളിലെ അവസാനമായിട്ട് ഒരു ഗ്രന്ഥം വരും, അവസാനമായിട്ട് ഒരു പ്രവാചകൻ വരും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഖുർആൻ വന്നപ്പോ ഇത് സത്യമായി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അത് സത്യമായി ഇല്ലേ? അപ്പൊ ഖുർആൻ ആ ഗ്രന്ഥങ്ങളിലുള്ള കണ്ടന്റുകളെയും സത്യപ്പെടുത്തുന്നുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതിനർത്ഥം അതിലുള്ള എല്ലാ കണ്ടന്റും സത്യമാണെന്നല്ല, അതിലുള്ള കണ്ടന്റുകളെയും സത്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഈ പഴയ മുമ്പുള്ള ഗ്രന്ഥങ്ങളെയും ഈ ഖുർആനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഇറക്കിയത് മുസദ്ദിഖ് എന്ന് പറയുമ്പോൾ. പ്ലസ് അതിനകത്തുള്ള പല കണ്ടന്റുകളെയും ഖുർആൻ സത്യപ്പെടുത്തുന്നുണ്ട്. വഅൻസല തൗറാത്ത വൽ ഇൻജീൽ. അവൻ ഇറക്കി എന്തിനെ? തൗറാത്തിനെ ഇൻജീലിനെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓക്കെ, അവൻ തന്നെയാണ് ഇത് രണ്ടിനെയും ഇറക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയാം, നബിയെ നിന്റെ മേലെ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അതിനു മുമ്പ് തൗറാത്തും ഇൻജീലും ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്ന് നോക്കിയേ, അൻസല. മുമ്പ് ഖുർആന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ നസ്സല അല്ലെ, അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? നസ്സല നമ്മൾ പറഞ്ഞു ഗ്രാജുവലി ഇറക്കിയതാണ് അല്ലെ, ക്രമേണയാണ് വന്നത്. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നേ ഉള്ളൂ. ഓക്കെ, അത് ഒറ്റയടിക്ക് ഇറക്കിയെന്നോ അല്ലെങ്കിൽ ക്രമേണ ഇറക്കിയെന്നോ പറയാതെ അത് ഇറക്കി. ഓക്കെ, അപ്പം ഗ്രാജുവലി എന്നുള്ള അല്ലെങ്കിൽ ക്രമേണ എന്നുള്ള ഒരർത്ഥം അവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം തൗറാത്തും ഇൻജീലും എന്താണ്? അൻസല ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാ തൗറാത്തും ഇൻജീലും ഇറക്കിയത്? ക്രമേണയാണ്, അല്ലല്ലേ? ഒറ്റയടിക്കാൻ. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് വിളിച്ച് ഒരൊറ്റ സ്ട്രെച്ചിലാണ് അത് കൊടുത്തത് അല്ലെ. അവിടെ അപ്പോഴത്തെ ആളുകൾക്ക് ഇതിനെ മെല്ലെ അബ്സോർവ് ചെയ്യാനും മനസ്സിലാക്കാനും ഒന്നും സമയം ആവശ്യം ഉണ്ടായിരുന്നില്ലേ? അവർക്ക് അങ്ങനെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അപ്പൊ പിന്നെ തൗറാത്ത് അങ്ങനെ ഒറ്റയടിക്ക് വന്നത്? കാരണം ആ ഗ്രന്ഥങ്ങൾ ഇറക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിന് വേണ്ടിയിട്ട്, അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് വീണ്ടും വീണ്ടും പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, ആ ഒരു സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക് വേറെ ഒരു പ്രവാചകനും പിന്നെ വരുന്നില്ല അല്ലെ. മാത്രമല്ല പഴയ ഗ്രന്ഥങ്ങൾ അത് ഓരോ സെറ്റ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ആ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. പക്ഷെ ഖുർആൻ എല്ലാ ആളുകൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പം 23 വർഷം എടുത്തിട്ട് സഹാബാക്കൾക്ക് അത് മെല്ലെ അക്സെപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനുള്ള സമയം കൊടുത്തു. പക്ഷെ തൗറാത്ത് ആർക്ക്? ബനൂ ഇസ്രായേൽ മാത്രം കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചോ, പഴയ ഓരോ ഗ്രന്ഥങ്ങളും, ഇപ്പൊ തൗറാത്ത് ആണെങ്കിലും ഇൻജീലാണെങ്കിലും അത് ശരിക്കും ആർക്കാ കൊടുത്തെന്നറിയോ? അവർ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾക്കാണ്. കാരണം അവർ ഓൾറെഡി വിശ്വാസികളായിരുന്നു. ഈ ഓരോ പ്രവാചകൻ വരുമ്പോഴും അവരുടെ അടുത്ത് തൊട്ട് മുമ്പ് വന്ന പ്രവാചകൻ കാരണം അവരിലേക്ക് ദീൻ എത്തിയിട്ട്, തൗഹീദ് എത്തിയിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പ്, ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവരിലേക്കാണ് ഈ ഗ്രന്ഥം ഇറങ്ങുന്നത്. ഇവര് മുസ്ലിങ്ങളായിരുന്നു, വിശ്വാസികളായിരുന്നു. അപ്പം അവർക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഒരു നിയമസംഹിത. എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യണ്ടാത്ത അല്ലെ, അത് അവർക്ക് കൊടുത്തു. ഒന്ന് ആലോചിച്ചോക്ക്, നമുക്ക് ഈമാൻ ശരിക്കും ഉണ്ടാവുമ്പോ അല്ലെ, നമ്മള് ഈമാൻ കൂടുതൽ കറക്റ്റ് ആവുമ്പോൾ, ബിലീഫ് യഖീൻ കറക്റ്റ് ആവുമ്പോൾ, നമ്മളെ ഹൃദയത്തിൽ നല്ല കൺവിക്ഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ ഭയങ്കര എളുപ്പം അല്ലെ. നമുക്ക് ഭയങ്കര എളുപ്പമാണത്. നമ്മളും ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നോക്കുക, അല്ലെങ്കിൽ നമ്മളെ വീടുകൾക്കകത്ത് തന്നെ ഖുർആനുമായിട്ട് ഇത്രയും ബന്ധമില്ലാത്ത ആളുകൾക്ക് സ്വീകരിക്കുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്കത് സ്വീകരിക്കാൻ. അത് എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളിൽ കുറച്ച് ആ ഒരു ഈമാൻ ഇറങ്ങിയത് കൊണ്ടല്ലേ. അപ്പം ഈമാൻ കറക്റ്റ് ആയി ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം വേണം, അത് മനസ്സിലാക്കണം, സ്വീകരിക്കണം അല്ലെ, ചേഞ്ച് വരുത്താനും ഒക്കെ സമയം വേണം. പക്ഷേ ഈ തൗറാത്തും ഇൻജീലും പോലെയുള്ള ഗ്രന്ഥങ്ങൾ എങ്ങോട്ടാ ഇറങ്ങിയത്? ഓൾറെഡി വിശ്വാസികളായിട്ടുള്ള പല പ്രവാചകന്മാർ വന്നിട്ട് ദീന്റെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള തൗഹീദ് സെറ്റ്, അവർക്ക് തൗഹീദ് കൊണ്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. തൗഹീദ് സെറ്റ് ആക്കിയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഇതുപോലെയുള്ള നിയമസംഹിതകളായിട്ട് തൗറാത്തും ഇൻജീലും വരുന്നത്. അപ്പൊ അവരോട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ഇൻജീലും എങ്ങനെ? ഈസാ അലൈഹി ഇസ്ലാമിലേക്കാണ് വന്നത് അല്ലെ. ഈസാ അലൈഹി ഇസ്ലാമും എവിടേക്കാ വന്നത്? ബനൂ ഇസ്രായേലിലേക്ക് തന്നെയാണ് വന്നത്. സുബ്ഹാനല്ലാഹ്. അവർ ഓൾറെഡി മുസ്ലിങ്ങളായിരുന്നു. പക്ഷെ ഖുർആൻ എങ്ങോട്ടാ വന്നത്? മുസ്ലിങ്ങൾ ആയിരുന്ന ആളുകളേക്കല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈസാ അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അവരുടെ ഇടയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. അവർ ഒരുപാട് ഡീവിയേറ്റഡ് ആയി പോയിട്ടുണ്ട് അല്ലെ. മാത്രമല്ല അത് ആ അറബികളിലേക്ക് മാത്രമാണ് വന്നത്, അല്ല പിൽക്കാലത്തുള്ള എല്ലാവരിലേക്കും കൂടി വന്നതാണ് അല്ലെ. അതുകൊണ്ട് പലരും അതിനുശേഷം പ്രവാചകന്മാർ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും പല വഴിക്ക് പോയി ദീൻ പല രീതിയിൽ കലപ്പ് നടന്ന് വിശ്വാസമൊക്കെ കംപ്ലീറ്റ് പോകുന്ന ഓരോ സമൂഹത്തിലേക്കും ഉള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് അതിന് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, അത് മനസ്സിലാക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ
സമയം വേണമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയം എടുത്തിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ പറഞ്ഞത് അൻസല തൗറാത്ത വൽ ഇൻജീൽ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്തിനെ, തൗറാത്തിനെയും ഇൻജീലിനെയും ഇറക്കിയത് അല്ലെ. ഇവിടെ തൗറാത്ത് എന്ന് പറയുന്ന വാക്ക് റൂട്ട് ലെറ്റേഴ്സിൽ പറഞ്ഞിട്ടില്ല. അതിന്റെ വിശദീകരണം പറയാം. തൗറാത്ത് ശരിക്കും ഒരു ഹീബ്രു വാക്കാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഹീബ്രു ഭാഷയിലുള്ള അർത്ഥം ശരിയ എന്നാണ്, നിയമം, ഓക്കെ, ലോ അല്ലെങ്കിൽ ശരിയ എന്നാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു തൗറാത്തിൽ എന്താ വന്നിട്ടുള്ളത്, നിയമങ്ങളാണല്ലേ, ഡൂസ് ആൻഡ് ഡോൺസ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യേണ്ട, ഇന്നതൊക്കെയാണ് റൂൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ മറ്റൊരു അഭിപ്രായം ഈ കാര്യത്തിലുള്ളത്, തൗറാത്ത് എന്നുള്ള വാക്ക് വറ എരിയ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വറ എരിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും ഒന്നിന് അതൊരു തീ കത്തിക്കുക, ഓക്കെ, ലൈറ്റ് കത്തിക്കുക എന്നുള്ള പോലെ. വാവ് റോ യ. തൗറാത്ത് ശരിക്കും വാക്കർത്ഥത്തിൽ ദുയ്യ അല്ലെങ്കിൽ ലൈറ്റ് എന്നാണ് തൗറാത്തിന്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത്. അപ്പം അത് ആളുകളിലേക്ക് ഒരു പ്രകാശമായിട്ട്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടാത്തത് എന്നുള്ള ഒരു പ്രകാശമായിട്ടാണ് അത് അവരിലേക്ക് എന്ന് പറയുന്നത്. ഇനി ഇൻജീൽ എന്ന് പറയുന്ന വാക്കിലേക്ക് വരുമ്പോൾ അത് ഒരു ഗ്രീക്ക് വേർഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഗ്രീക്ക് ഭാഷയിലുള്ള. അതിന്റെ അർത്ഥം ഗുഡ് ന്യൂസ്, നല്ല വാക്ക്. ഓക്കെ. എന്നാൽ വേറെ ചില അഭിപ്രായങ്ങളിൽ ഇൻജീൽ എന്ന് പറയുന്ന വാക്ക് നജിൽ എന്ന വാക്കിൽ നിന്നാണെന്നും, അതായത് ഇഫ്ഐൽ ഫോർമാറ്റ്, നജലിന്റെ ഇഫ്ഐൽ ഫോർമാറ്റ് ആണ് ഇൻജീൽ. ഓക്കെ, നൂൻ ജീം ലാം റൂട്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതലത്തിലുള്ള വെള്ളം. ഓക്കെ, ഭൂമിയുടെ പ്രതലത്തിൽ ഇങ്ങനെ പരന്ന് സ്പ്രെഡായി കിടക്കുന്ന വെള്ളം എന്നാണ് അത്രേ ഈ വാക്കിന്റെ അർത്ഥം. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നിച്ച് കളക്ട് ചെയ്യപ്പെട്ടല്ലേ, ഒരു കുളത്തിലോ ഒരു കിണറിലോ ഉള്ളതല്ലാണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ സ്പ്രെഡായി കിടക്കുന്ന വെള്ളം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇൻജീല് ബനു ഇസ്രായേലിന് അവരുടെ ദീനിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്, നല്ല ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. എങ്ങനെ ഭൂമിയുടെ സർഫസിൽ, ഭൂമിയുടെ പ്രതലത്തിലുള്ള വെള്ളം വളരെ ക്ലിയർ ആൻഡ് വിസിബിൾ ആണോ, അതുപോലെ അവർക്ക് അവരുടെ ദീനിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇൻജീൽ. അൻസല വൽ ഇൻജീൽ. ആർക്കാണ് തൗറാത്തിനെ അയച്ചത്? മൂസ അലൈഹി ഇസ്ലാമിന്. ഇൻജീലോ ഈസ അലൈഹി ഇസ്ലാമിന്. അപ്പം ഈ രണ്ട് ബുക്കുകൾ മാത്രം ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? വേറെയും ഗ്രന്ഥങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. കാരണം തൗറാത്ത് അല്ലെ, ആരാ അതിൽ വിശ്വസിച്ചത്? ബനു ഇസ്രായേൽ, ജൂതന്മാരല്ലേ. അവര് സൂറത്തുൽ ബഖറയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇൻജീൽ ആരിലേക്കാണ് ഇറക്കിയത്? ക്രിസ്ത്യാനികളിലേക്ക്. അവരെ കുറിച്ച് ഇവിടെ പറയാൻ പോവാണ് സൂറ ആൽ ഇംറാൻ. അപ്പം അതാണ് മൂന്നാമത്തെ ആയത്തിന്റെ വിശദീകരണം. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. നാലാമത്തെ ആയത്തിൽ. നാലാമത്തെ ആയത്തിന്റെ വാക്കർത്ഥം, എനിക്ക് ഇതിന്റെ മീനിങ്ങിന്റെ പകുതി മറ്റായത്തിലേക്ക് പെട്ടുപോയിട്ടുണ്ട്. ഓക്കെ, തുടർന്ന് ഇന്നല്ലദീന കഫറു മുതലാണ് ഇവിടെ പറയുന്നത്. നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്ത് ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചിട്ടുള്ളവർ ആരോ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അള്ളാഹു ആകട്ടെ പ്രതാപശാലിയാണ്, ശിക്ഷാ നടപടി എടുക്കുന്നവരാണ്. വാക്കർത്ഥം നോക്കാം. മിൻ ഖബ്ലു മുമ്പായി, ഹുദൻ മാർഗദർശനമായിട്ട്, ലിന്നാസി ഹുദൻ റൂട്ട് ലെറ്റേഴ്സ് ഹ ദാൽ യ, ലിന്നാസി മനുഷ്യർക്ക്, വ അൻസല അവൻ ഇറക്കുകയും ചെയ്തിരിക്കുന്നു, നൂൻ സൈ ലാം, അൽ ഫുർഖാന വിവേചനം അല്ലെങ്കിൽ വേർതിരിക്കുന്നത്, ഫ റോ ഖാഫ്, ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ, കാഫ് ഫ റോ, ബി ആയാതില്ലാഹി അല്ലാഹുവിന്റെ ആയത്തുകളിൽ, ആയത്ത് ഹംസ യ യ, ലഹും അവർക്കുണ്ട്, അദാബുൻ ശിക്ഷ, ഐൻ ദാൽ ബ, ഷദീദുൻ കഠിനമായ, ഷീൻ ദാൽ ദാൽ, വല്ലാഹു അല്ലാഹു ആകട്ടെ, അസീസുൻ പ്രതാപശാലിയാണ്, ഐൻ സൈ സൈ, ദുൻതിഖാം ശിക്ഷാ നടപടി എടുക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രതികാരം എടുക്കുന്നവരാണ്, നൂൻ ഖാഫ് മീം. തഫ്സീർ നോക്കാം. മിൻ ഖബ്ലു മുമ്പ്. ഓക്കെ, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്തും ഇൻജീലും മുമ്പേ ഇറക്കിയിട്ടുണ്ട്. എന്തിനു മുമ്പേ? ഖുർആൻ ഇറക്കുന്നതിന് മുമ്പ്. എന്തിനു വേണ്ടി ഇറക്കിയത്? ഹുദൻ ആയിട്ട് അല്ലെ. ഹുദൻ എന്താണ്? ഹിദായത്ത് അല്ലെങ്കിൽ ഗൈഡൻസ് അല്ലെ. ഹുദൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊന്ന് നോക്കാം. ശരിക്കും ഹുദൻ എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്, ഹുദ എന്ന് പറയുന്ന വാക്ക് ഹദീ എന്ന വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. ഹദി എന്ന് പറഞ്ഞാൽ എന്താ? ഹദിയ നമുക്കറിയാം അല്ലെ, ഗിഫ്റ്റ്.
അതിൽ നിന്നാണ് ഹിദായ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഹിദായ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അതൊരു ഭാരമല്ല അല്ലെ. ഹിദായത്ത് കിട്ടുന്ന ആളുകള് സുബ്ഹാനല്ലാഹ് അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള വലിയൊരു ഗിഫ്റ്റ് ആണ്. ഇൽമ് അല്ലെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള വലിയൊരു ഗിഫ്റ്റ് ആണ്. ഹദിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെ, അത് ഇവിടുന്ന് അങ്ങോട്ട് കൈമാറുന്ന, മാറ്റം വരുത്തുന്ന ഒരു സാധനമാണ്. ഹിദായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് ആ വ്യക്തി മുമ്പുള്ള വ്യക്തിയിൽ നിന്ന് പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അല്ലെ. മുമ്പ് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അയാൾ ചിന്തിക്കുന്നില്ല, ഇപ്പം പുതിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. മുമ്പ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ പറയില്ല, പല പുതിയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യൂല, പക്ഷെ ഹിദായത്തിന് ശേഷം പുതിയ കാര്യങ്ങൾ ചെയ്യും. അപ്പം ട്രാൻസ്ഫോർമേഷൻ ആണ് ഹിദായ അല്ലെ. അപ്പം ഒരു വ്യക്തിക്ക് ഹിദായത്ത് കിട്ടുമ്പം സുബ്ഹാനല്ലാഹ് മുമ്പ് എന്തായിരുന്നോ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ആ വ്യക്തിക്ക് മാത്രമല്ല ആ ചേഞ്ച് മനസ്സിലാവുന്നത്, അയാളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും മനസ്സിലാകും ഇയാളിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെന്ന് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ പണ്ടത്തെ ആളേ അല്ല അല്ലെ, നീ ആളാകെ മാറിപ്പോയി എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല വാർത്തയാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അത്തരത്തിലുള്ള മാറ്റം നമ്മൾ എല്ലാവരും എല്ലാവരും കൊണ്ടുവരട്ടെ. അപ്പൊ മിൻ ഖബ്ലു ഹുദൻ ലിന്നാസ്, അത് എന്താണ്? ഗൈഡൻസ് ആണ് അല്ലെ, ഹിദായത്താണ്. ആർക്ക്? ആളുകൾക്ക്. ഏത് ആളുകൾക്കാണ്? ആ ഒരു സമയത്തുള്ള ആൾക്കാർക്ക് അല്ലെ. തൗറാത്ത് ആ ഒരു സമയത്തുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇഞ്ചീല് ആ ഒരു സമയത്തുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ്. പിന്നീട് അൻസലൽ ഫുർഖാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ ഇറക്കി അല്ലെ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫറഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയൻ, വേർതിരിക്കുന്നത്, മാനദണ്ഡം എന്ന് പറയാം. അപ്പൊ രണ്ട് കാര്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതിനാണ് ഫറഖ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും രണ്ട് കാര്യം, അതായത് സത്യത്തിൽ നിന്ന് അസത്യത്തെ, ശരിയിൽ നിന്ന് തെറ്റിനെ വേർതിരിക്കുന്നത്, പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ നിന്ന് ഉപദ്രവകരമായ കാര്യത്തെ വേർതിരിക്കുന്നത്, പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ പ്രയോജനപ്രദമായ കാര്യങ്ങളെ വേർതിരിക്കുന്നത് അല്ലെ. ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ഉപദ്രവകരമായ കാര്യങ്ങളെ വേർതിരിക്കുന്നത്. ബേസിക്കലി ഒരാൾക്ക് നല്ല എന്താ വിവരം ഉണ്ടാവും അല്ലെ, എന്താ ഏതാന്നൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡം മനസ്സിലാക്കും. കൂടുതൽ നന്മയും എന്താണെന്ന് മനസ്സിലാക്കാം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാ റെഫർ ചെയ്യുന്നത്? ഖുർആൻ അല്ലെ, ഖുർആനെയാണ് റെഫർ ചെയ്യുന്നത് പറയുന്നത്. കാരണം ഫുർഖാൻ എന്ന് പറയുന്നത് ഖുർആന്റെ ഡിസ്ക്രിപ്ഷൻസിൽ പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത്? കാരണം മുമ്പ് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നസല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. എന്താ ഇവിടെ ഖുർആനെ കുറിച്ച് വീണ്ടും ഇവിടെ പറയുന്നത്? ഖുർആനെ കുറിച്ചുള്ള ഒരു ഊന്നല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഖുർആനും ഇറക്കിയിട്ടുണ്ട്, ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഊന്നല് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയിട്ടാണ്? സത്യത്തിനെ അസത്യത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പഴയ ഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്ന് ആകെ ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയില്ലേ. പഴയ ഗ്രന്ഥങ്ങളെല്ലാം ആളുകൾ റീറൈറ്റ് ചെയ്യാനും മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനും അല്ലെ, തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും തിരുത്തി എഴുതാനും ഒക്കെ തുടങ്ങി. തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ ഫോളോവേഴ്സ് തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചു വന്നു. അപ്പം സത്യത്തിനെയും അസത്യത്തെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആനെ ഫുർഖാനാക്കിയിട്ട് ഇറക്കി. രണ്ടാമത് പറയുന്നത്, ഫുർഖാൻ എന്ന് പറയുന്ന വാക്ക് സത്യം പറയുകയാണെങ്കിൽ എല്ലാ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും, എല്ലാ വഹിയാക്കി ഇറക്കപ്പെട്ട റിവീൽ ചെയ്ത ഗ്രന്ഥങ്ങൾക്കും ഫുർഖാൻ എന്ന് പറയുന്നു പറയപ്പെടുന്നുണ്ട്. അതായത് ഖുർആൻ മാത്രമല്ല, ഓക്കെ, അല്ലെങ്കിൽ തൗറാത്തും ഇഞ്ചീലും മാത്രമല്ല, എല്ലാ സ്ക്രിപ്റ്റേഴ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഫുർഖാൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഫുർഖാൻ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥങ്ങളുടെ, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളുടെ ഒരു സിഫത്താണ്. ഓക്കെ, എല്ലാ ഗ്രന്ഥങ്ങളും നന്മയും തിന്മയും സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഗ്രന്ഥങ്ങളെ ഇറക്കുന്നത് അല്ലെ. ആളുകൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് അള്ളാഹു ഇറക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അൻസലൽ ഫുർഖാന ഇവിടെ എന്താണ്? ഖുർആനെന്നും പിന്നെ എല്ലാ ഗ്രന്ഥങ്ങളെന്നും വിവക്ഷയുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ തരാം. ഇവിടെ ഫുർഖാൻ എന്ന് പറയുന്നത് ഖുർആനാണ് റെഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലെ, ആദ്യത്തെ വിശദീകരണ പ്രകാരം.
അപ്പൊ ഇവിടെ അൻസലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നു നസ്സല ഖുർആന് വേണ്ടി ഉപയോഗിച്ചു, അത് ഗ്രാജുവൽ ആയിട്ടുള്ള ഇറക്കാണെന്നൊക്കെ കണ്ടു അല്ലെ. പക്ഷെ ഫുർഖാൻ പറഞ്ഞപ്പം ഇവിടെ അൻസല എന്ന് പറഞ്ഞു. കാരണം എന്നാ ഫുർഖാൻ എന്ന് പറയുമ്പം അതിന്റെ ഒരു ഒപ്പീനിയൻ അത് ഖുർആനാണെന്നും ഉണ്ടല്ലേ. ശരിക്കും അൻസല എന്ന് പറഞ്ഞ വാക്ക്, അതായത് നസ്സല എന്ന് പറഞ്ഞ വാക്ക് ഗ്രാജുവലി ഇറങ്ങാന്നാണ് അർത്ഥം, അതായത് ക്രമേണ ഇറങ്ങാം. പക്ഷെ അൻസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് താഴോട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്നു, അത് ഗ്രാജുവൽ എന്ന് പറയുന്നില്ല. അപ്പം അതിനകത്ത് രണ്ടും പെട്ടോ. ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഗ്രാജുവലിയും ആവാം അല്ലെ. അപ്പം ഇവിടെ അൻസലക്ക് രണ്ടർത്ഥം ഉള്ളത് കൊണ്ട് അൻസല ഇവിടെ അപ്ലിക്കബിൾ ആണ്. മാത്രമല്ല ഫുർഖാൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞു ഖുർആാനിന് മാത്രമല്ല എല്ലാ ഗ്രന്ഥങ്ങൾക്കും അപ്ലിക്കബിൾ ആണ് അല്ലെ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആാനും അള്ളാഹു ഇറക്കിയ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും അതിനകത്ത് പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ നസ്സല എങ്ങാനും ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിൽ ആ ഫുർഖാന്റെ അർത്ഥം ഖുർആൻ മാത്രമായി പോവുകയായിരുന്നു. അൻസല ഉപയോഗിച്ചത് കൊണ്ട് അവിടെ എല്ലാ ഗ്രന്ഥങ്ങളും വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും എന്താ പറയാ, പെർഫെക്റ്റ് ആണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതുപോലെ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ, അതായത് പലരും പല അഭിപ്രായങ്ങളും നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് തെറ്റും വേറൊന്ന് ശരിയും എന്നല്ല. അത് ഖുർആന്റെ ഒരു ഭംഗിയും കൂടിയാണ്. അത് സുബ്ഹാനല്ലാഹ്. ഒരേ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥങ്ങൾ കിട്ടുക എന്നുള്ളത്. അത് അങ്ങനെയും ഇങ്ങനെയും മനസ്സിലാക്കാം. അതിനൊക്കെ പിന്നിലെ തെളിവുകളും അത് കറക്റ്റുമാണെന്നുണ്ടെങ്കിൽ, അതായത് കോൺട്രഡിക്ഷൻ ഇല്ല, ഒന്നിന് ഓപ്പോസിറ്റ് അല്ല മറ്റൊന്നെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സ്വീകാര്യവുമാണ്, ഫോളോ ചെയ്യാനും പറ്റും, വിശ്വസിക്കാനും പറ്റും. അത് ഖുർആന്റെ ഒരു ഭംഗിയിൽ പെട്ടതാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന കഫറൂ, നിശ്ചയമായും അവിശ്വസിച്ചവർ. അവരെന്തിലാ അവിശ്വസിച്ചത്? ബി ആയാത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ആയത്തുകളിലെ വേഴ്സസിലെ വചനങ്ങളിൽ അവർക്ക് എന്തുണ്ട്? ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. പെട്ടെന്ന് ഇതപ്പം അവിശ്വാസികളിലേക്ക് അല്ലെ, കാഫറുകളിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തിയത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താ പറഞ്ഞു വെച്ചത്? അള്ളാഹു ഗ്രന്ഥം ഇറക്കി. ആർക്ക് വേണ്ടിയാ? ആൾക്കാർക്ക് വേണ്ടി അല്ലെ, അവർക്ക് ഹിദായത്തിന് വേണ്ടി, മനുഷ്യർക്ക് ഹിദായത്തിന് വേണ്ടി. ഇനി ഈ ഹിദായത്ത് ഇറക്കിയപ്പം അതിൽ കുറച്ച് ആൾക്കാർ അതിനെ സ്വീകരിക്കും, വേറെ കുറച്ച് ആൾക്കാർ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവൂല അല്ലെ. ഇല്ല, നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മൾ അതിനെ അംഗീകരിക്കൂല അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ആരാണ് ഈ ഗ്രന്ഥം ഇറക്കിയത്? അല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യായ ഖയ്യൂമായ റബ്ബാണ്. അപ്പം ആരെങ്കിലും ഒരാള് ഇത്തരത്തിലുള്ള റബ്ബ് ഇറക്കിയ വചനങ്ങളെ സ്വീകരിക്കൂല എന്നുണ്ടെങ്കിൽ, അള്ളാന്റെ ഹിദായത്തിനെ സ്വീകരിക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ അവനൊരു ക്രിമിനൽ തന്നെയാണ് അല്ലെ. അത്രയും മോശപ്പെട്ട എന്തോ ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത്. തീരെ സ്വീകാര്യമല്ലാത്ത ഒരു കാര്യം, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ സ്വീകരിക്കൂല എന്ന് പറയുന്നു അല്ലേ. ഇപ്പൊ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടിയെ നോക്കുക, അതിനെന്താ ശരി എന്താ തെറ്റ് അല്ലെങ്കിൽ നല്ല എന്താ മോശം എന്താന്ന് അറിയാത്ത കുട്ടീനോട് നമ്മൾ പറയാൻ, നീ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യരുത്, ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും തന്നാ വാങ്ങരുത്, ആരെങ്കിലും കൂടെ നീ പോവരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോ കുട്ടി വരെ ഇല്ലില്ല, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും അല്ലേ. അങ്ങനെ കേട്ടാൽ നമുക്ക് ബേജാറാവില്ല, ഇതിപ്പോ എന്താ ചെയ്യലേ, ഇത് വലിയ പ്രശ്നമാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നതിലേ, അത് ഭയങ്കര ചില വലിയൊരു തെറ്റിലേക്കാണ് പോകണമെന്നെങ്കിലും നമുക്ക് ബേജാറും. കാരണം അവന്റെ നന്മ എന്താ, അവന്റെ തിന്മ എന്താന്ന് അറിയുള്ളൂ. കുട്ടി അറിയില്ലല്ല ഞാൻ കേൾക്കൂലെന്ന്, ഞാൻ എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യുന്നു. നമുക്കറിയാം, കുട്ടിക്ക് അറിയില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ് എന്ന് പറയുന്നത് ആളുകളുടെ ഇൽമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ജനങ്ങളുടെ ഇൽമ് എന്താണ് അല്ലെ, കടലിലുള്ള ഒരു തുള്ളി വെള്ളം മാത്രമാണ്, ഒരു തുള്ളി. അള്ളാന്റെ ഇൽമോ, അള്ളാഹു അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൽമാണ് അല്ലെ. ആ ഇൽമ വഴി അവൻ തരുന്ന ഹിദായത്ത് സ്വീകരിക്കൂല എന്നുണ്ടെങ്കിൽ അല്ലെ, അള്ളാന്റെ ഇൽമിനെ ബേസ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല തരുന്ന ഹിദായത്തിനെ ഒരു വ്യക്തി സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ശിക്ഷ അർഹിക്കുന്നുണ്ട് അല്ലെ. ആരുടെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്? ആരാ നമ്മൾ നിലനിർത്തുന്നത്? ആരാ നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്? അൽ ഖയ്യൂമായ അള്ളാഹു സുബ്ഹാനഹു തആല അല്ലെ. ആ റബ്ബിനെയാണ് നമ്മൾ റിജക്ട് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റൂല, അള്ളാന്റെ ഖുർആനോ എനിക്ക് സൗകര്യമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അവന്റെ കലാമിനെയാണ് സ്വീകരിക്കൂല എന്ന് പറയുന്നത്. അവന്റെ വാക്കുകളെയാണ് ഫോളോ ചെയ്യൂല, അവന്റെ കൽപ്പനകളെയാണ് ഞാൻ അനുസരിക്കൂല എന്ന് പറയുന്നത് അല്ലെ. അതും അവന്റെ ഈ ഭൂമിയിൽ അല്ലെ. എവിടെയൊക്കെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുക, ഇതിന്റെ ബോർഡറുകളൊക്കെ അവന്റെ കയ്യിലാണ് അല്ലെ. എന്തിലേക്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക, അവനനുസരിക്കില്ല പറഞ്ഞുകൊണ്ട്.
അവൻ തരുന്ന എല്ലാ കാര്യങ്ങളും, വെള്ളവും വായുവും അല്ലെ, എല്ലാവിധ സുഖങ്ങളും സന്തോഷങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവനെ ഞാൻ അനുസരിക്കൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അവിശ്വാസത്തിന് ശരിക്കും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുക തന്നെ വേണം അല്ലെ. അതിന് ശിക്ഷ വേണം. ഇന്നല്ലദീന കഫറൂ ബിആയാത്തില്ല. അത്തരത്തില് അള്ളാഹുവിൽ അവിശ്വാസം കാണിക്കുന്ന, അവന്റെ ആയാത്തുകളിൽ അവിശ്വാസം കാണിക്കുന്ന, അവന്റെ ആയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, കൗനി ആയതുകൊണ്ട് ഷറഈ ആയതുകൊണ്ട്, അതായത് അള്ളാഹുവിന്റെ ഖുർആനിൽ വരുന്ന ആയത്തുകളും പൊതുവെ നമ്മളെ ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ദൃഷ്ടാന്തങ്ങൾ അല്ലെ, അതിൽ അവിശ്വസിക്കുന്നവർക്ക് അള്ളാഹു എന്താ പറയുന്നത്, ലഹും അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ട്, വളരെ സീവിയർ ആയിട്ടുള്ള, അത്രയും വലിയ പാതകമാണ്, തിന്മയാണ് ഇവര് ചെയ്യുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തെറ്റാണ്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പുതിയ കൺട്രിയിലേക്ക് വളരെ അതിന്റെ പ്രോസസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവില്ലേ, ഈ രാജ്യം ഇതിന്റെ നിയമങ്ങൾ, ഇതിനെ നിങ്ങൾ അനുസരിക്കണം, ഇങ്ങനെ അത് ചെയ്യണം, അതൊക്കെ ചെയ്തിട്ട് സൈനൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. നിങ്ങൾ ഞങ്ങളുടെ നിയമത്തിനോട് സത്യസന്ധത പുലർത്തണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയാ, ഇല്ലല്ല ഞാൻ ഇവിടെ ജീവിക്കും, പക്ഷെ നിങ്ങൾ പറയുന്ന ഈ ഓത്തൊന്നും എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ഒപ്പൊന്നും ഇട്ട് തരൂല, ഞാനൊരു ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് എന്റെ സ്വന്തം ചിന്തകളും സ്വന്തം തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്, എനിക്ക് തോന്നിയ പോലെ ഇവിടെ ജീവിക്കും, ഞാൻ ഇവിടെ വോട്ട് ചെയ്യൂല, ഞാൻ ഇവിടുത്തെ മരങ്ങൾ നശിപ്പിക്കും, എനിക്ക് തോന്നിയ പോലെ ഞാൻ വണ്ടി ഓടിക്കും, ബെൽറ്റ് ഇടൂല, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അയാൾ അനുവദിക്കും. അപ്പൊ ഒന്നെങ്കിൽ പാസ്പോർട്ട് കൊടുക്കൂല, എൻട്രി കൊടുക്കൂല, അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടും അല്ലെ. അത് ശിക്ഷാ നടപടിയാണ് സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ ഈ ഭൂമിയിൽ അള്ളാഹ് തരുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ട് അല്ലെ, അള്ളാഹു ഒരൊറ്റ നിമിഷം നമ്മളെ ഹാർട്ടിന്റെ ബീറ്റ്സ് ഒന്നും നിർത്തിയാൽ തീരുന്ന കാര്യമുള്ളൂ. എന്നിട്ട് അള്ളാഹ് നിലനിർത്തിയോണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ പറയണേ, ഇല്ല അള്ളാഹ് പറയുന്നത് അനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഓ അള്ളാന്റെ വഹിയോ ഖുറാനോ അതൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അള്ളാഹ് പറയാണ് കുഴപ്പമില്ല, ലഹും അദാബുൻ ശദീദ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ശരിക്കും അബ്സല്യൂട്ട്ലി നീതിപൂർവമായിട്ടുള്ള ശിക്ഷയാണത് അല്ലെ. കാരണം അള്ളാഹ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടും ചെയ്യാതിരിക്കുകയാണ്. ശിക്ഷ അർഹിക്കുന്ന ശിക്ഷയാണ് അല്ലെ. സൂറത്ത് ബഖറയില് നമ്മൾ അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, ലഹും അദാബുൻ അദീം, മഹത്തായ ഭയങ്കരമായ ശിക്ഷയുണ്ട്. ഇവിടെ ലഹും അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ട്. എന്താണ് ഈ ഷദീദ്? ഷദീദ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഷദ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. വളരെ ടഫ് ആയിട്ടുള്ള ഷദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ നന്നായിട്ട് കെട്ടുക, ഒക്കെ നല്ല ടൈറ്റ് ആക്കി ബൈൻഡ് ചെയ്ത് കെട്ടുന്നതിനെയാണ് ഷദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ഒന്നും വേണ്ട, നമ്മള് പാന്റിന്റെ കയറ് നല്ല അമർത്തി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സഫോക്കേഷൻ ആയിക്കില്ലേ, അല്ലെങ്കിൽ മഫ്തയൊക്കെ വരിഞ്ഞു മുറുക്കി പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ കൂടെ ഒരു ഇടങ്ങാറായിരിക്കും, വേദന തുടങ്ങും അല്ലെ. അപ്പം അത്രയും ടൈറ്റ് ആക്കിയിട്ട് മുറുക്കി വരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാല് അത് പെയിൻഫുൾ ആണ്, അത് അനങ്ങാൻ പറ്റൂല അല്ലെ, അതിനകത്ത് കിടന്ന് ഞെരുവിരി കൊള്ളണം. അപ്പം അദാബുൻ ശദീദ് എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ്, പ്രയാസമാണ് അതിനെ സഹിക്കാൻ വേണ്ടിയിട്ട്, വെരി ഡിഫിക്കൽട്ട്, അങ്ങേയറ്റം വേദനാജനകമാണ്, അങ്ങേയറ്റം കാഠിന്യമേറിയതാണ്. മാത്രമല്ല വേറൊരർത്ഥം പറയുന്നത് അതിൽ നിന്ന് ഒരിക്കലും റിലീസ് ഇല്ല, മോചനമില്ലാത്ത ഒരു ശിക്ഷയാണ്. അവരെ എന്നേക്കും അതിനകത്തേക്ക് പിടിച്ചു കെട്ടുന്ന ഒരു ശിക്ഷയാണ്. ആ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷയുണ്ടാവില്ല. നമ്മള് ഒന്ന് പിറകോട്ട് പോവാം, ഇന്നലെ പറഞ്ഞത് മുതൽ. ഓക്കെ, അലിഫ് ലാം മീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു ആയത്തിലൂടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. ഇതാ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന അക്ഷരങ്ങൾ കണ്ടില്ലേ, അതായത് കേട്ടോക്ക്, ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഖുർആൻ പോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലേ. അപ്പൊ ഇതാ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ. ആ ഒരു അലിഫ് ലാം മീം പോലും അള്ളാഹു ഇതാ പറയുന്നത് അല്ലെ. എന്നിട്ട് അതിനുശേഷം അള്ളാഹ് പറയാണ്, ഞാൻ അള്ളാഹു ആണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ആരാധ്യനില്ല, ഞാൻ അൽ ഹയ്യാണ് അൽ ഖയ്യൂമാണ് അല്ലെ. അവിടെയും ഉണ്ട് ഈ പറഞ്ഞ വാണിംഗിലെ, ഞാൻ അൽ ഹയ്യാണ്, എനിക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാ എന്റെ സിഫത്തുകളും അവിടെയുണ്ട്, നിങ്ങൾ ജീവിക്കുന്നതേ ഇതുകൊണ്ടാണ് അല്ലെ. ഞാൻ അൽ ഖയ്യൂമാണ്, ഞാനാണ് എല്ലാത്തിനും നിലനിർത്തുന്നത്, അതേ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ് അല്ലെ. എന്റെ അറിവ് പെർഫെക്റ്റ് ആണ് അല്ലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നു, എന്റെ അറിവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തരുന്നു, ഞാൻ അതിനു വേണ്ടി നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി.
നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഗ്രന്ഥങ്ങൾ അല്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കൂലെന്നല്ലേ. ഇത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ഒന്നും കഴിയൂല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നതാണെന്ന് അള്ളാഹുവിന്റെ എല്ലാ മഹത്വം ഉപയോഗിച്ച് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയതെന്ന് പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ ഇതിനെ സ്വീകരിക്കൂലെന്നല്ലേ. എന്നിട്ട് നിങ്ങൾ എന്നെ റിജക്ട് ചെയ്യുന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ വേണ്ടേ? ഈ അദാബുൻ ഷദീദൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാ പ്ലേസ് ചെയ്തിട്ടുള്ളല്ലേ. നമ്മളിത് ഓതി പോകുമ്പോ എന്താ അദാബുൻ ഷദീദ് അല്ലെ. നമ്മളിങ്ങനെ വളരെ ലാഘവത്തോട് കൂടി ഇത് കുറേ സ്ഥലത്തുള്ളതാണ് അള്ളാഹ് അദാബുൻ ഷദീദ് എന്ന് പറയുന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അത് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും പ്രയാസകരമായിട്ടുള്ള ശിക്ഷയാണ്. വളരെ പ്രയാസമാണ് അതിനെ ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. എന്താണ് ആ ശിക്ഷ? പല ഇടങ്ങളിലായിട്ട് ഖുർആനില് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സൂറത്ത് ദുഹാനില് 43 മുതൽ 46 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നരകശിക്ഷയിൽ അവരുടെ ഭക്ഷണത്തെ കുറിച്ച്. ഇന്ന ഷജറത സഖൂം, നിശ്ചയമായും സഖൂം വൃക്ഷമാണ്. ത്വആമുൽ അസീം, നരകത്തിൽ പാപിയുടെ ആഹാരം. കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, ഉരുകിയ ലോഹം പോലെയാണ് അത് വയറ്റിൽ കിടന്നത് തിളച്ചു മറിയും. ഹമീം, ചുട്ടുവെള്ളം തിളയ്ക്കുന്നത് പോലെ. ഈ ശിക്ഷയെ കുറിച്ച് ഒരുപാട് പല സ്ഥലങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തന്നിട്ടുണ്ട് അല്ലെ. അത് വയറ്റിൽ കിടന്ന് തിളച്ചു മറിയും, അതാണ് കഴിക്കാൻ തരുന്നത്. സൂറത്ത് കഹ്ഫില് 29-ാമത്തെ ആയത്തില് വെള്ളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ഉരുകിയ ലോഹം പോലുള്ള ഒരു വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകുന്നത്. അത് മുഖങ്ങളെ എരിച്ചു കളയും. അല്ലെ, ഒന്ന് ആലോചിച്ചൊക്കെ ഒരു തിളച്ച ലോഹം വായിലേക്ക് ഒഴിച്ചു തന്നാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അവരുടെ സ്കിന്നിനെ കുറിച്ച് സൂറത്തുൻ നിസാഇല് പറയുന്നുണ്ട്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റി കൊടുക്കുന്നതാണ്. അവരുടെ വസ്ത്രത്തെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമില് പറയുന്നുണ്ട്. സറാബീലുഹും മിൻ ഖതിറാൻ, അവരുടെ കുപ്പായങ്ങൾ കറുത്ത കീല ടാറ് കൊണ്ടുള്ളതായിരിക്കും. സുബ്ഹാനല്ലാഹ്. ടാറിന്റെ മുകളിൽ തീ പറ്റുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്. തുടർന്ന് സൂറത്ത് അറാഫില് അവരുടെ കിടക്കുകളെ കുറിച്ച്, പുതപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ്, അവർക്ക് നരകത്തീയാലുള്ള മെത്തകളാണ് ഉണ്ടാവുക, അവർക്ക് മീതെ തീ കൊണ്ടുള്ള പുതപ്പുകളും. പുറമെ അവരെ മേലെ നിന്ന് അവരെ കുറിച്ച് അവരെ ആരോപിച്ചുകൊണ്ടേയിരിക്കും, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ, ഞങ്ങൾക്ക് ഇത് വേണ്ടായിരുന്നു, ഞങ്ങൾ നന്നായി ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ രക്ഷയെല്ലാം കൊടുക്കാം, അവരെ കുറ്റപ്പെടുത്തലാണ്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, പാഠം ഉൾക്കൊള്ളുന്നവന് അത് ഉൾക്കൊള്ളാൻ മാത്രം നാം ആയുസ് നൽകിയിരുന്നില്ലേ, നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിട്ടുമുണ്ടായിരുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. ഞാൻ ആവശ്യത്തിന് നീളത്തിലുള്ള ലൈഫ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ അല്ലെ. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് അനുഭവങ്ങൾ തന്നിട്ടില്ലേ, ചിന്തിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ അവസരങ്ങൾ തന്നിട്ടില്ലേ, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഞാൻ എത്തിച്ചിട്ടില്ലേ, നിങ്ങളുടെ മുമ്പിലേക്ക് ആളുകൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എത്തിയിട്ടില്ലേ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ടില്ലേ. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ അല്ലെ. മാറാൻ സമയം തന്നിട്ട് നിങ്ങൾ മാറിയില്ലല്ലോ. നിങ്ങൾ അഹങ്കാരികളായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. വല്ലാഹു അസീസ്, അവനെന്താണ്? പ്രതാപശാലിയാണ്. ഓൾമൈറ്റി. ആൻഡ് അവൻ എന്താണ്? അവൻ പ്രതികാരം എടുക്കുന്നവനാണ് അല്ലെ, ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. അസീസ്, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് അങ്ങേയറ്റം അല്ലെ ഓണറബിൾ ആയിട്ടുള്ള, സ്തുത്യർഹനായിട്ടുള്ള, ബഹുമാനാർഹനായിട്ടുള്ള, വിജയിയായിട്ടുള്ള അല്ലെ, പവർഫുൾ ആയിട്ടുള്ള റബ്ബാണ്. ആർക്കും അവനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അവൻ ജയിക്കണം എന്ന് തീരുമാനിച്ച ഒരു കാര്യങ്ങളിൽ ഒരാൾക്ക് തടസ്സം ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അവന്റെ പ്രോമിസ് അവൻ കീപ്പ് ചെയ്യുന്നതിൽ ഒരാൾക്ക് തടസ്സം വരുത്താൻ പറ്റില്ല. ഈ പറഞ്ഞതൊക്കെ അവന് ചെയ്യാൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അസാബുൻ ഷദീദ്, അവനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും, ഒരാൾക്ക് തടയാൻ പറ്റില്ല. അവൻ അസീസ് ആണല്ലേ. അവന്റെ ഭീഷണിയെ ഒരാൾക്ക് തടയാൻ പറ്റില്ല. മാത്രമല്ല അവൻ ആണ്. ഇന്തിഖാം, നൂൻ ഖാഫ് മീം നഖമ. നഖമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്തെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ഒരാളെ വെറുക്കുക. എപ്പോഴാണ് നമ്മൾ ഒരാളെ വെറുക്കുക? അവര് നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും, അല്ലെ, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെ, അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് അവരോടൊരു ഇഷ്ടക്കേട്, അല്ലെ. അപ്പം നഖമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടക്കേട് കൊണ്ട് അവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക. ആ മോശമായിട്ട് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ ചാൻസ് കിട്ടുമ്പോൾ ഇൻസൾട്ട് ചെയ്യുക, വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക, ഒക്കെ ചിലപ്പോൾ അവരെ ഉപദ്രവിക്കുകയും ചെയ്യാം. അതാണ് നഖമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അല്ലെ സാധാരണഗതിയിൽ ഒരാൾ വേറൊരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഇത്രയും ചിന്തിക്കുകയും അള്ളാഹ്ക്കും വേണ്ടിയിട്ട് ക്ഷമിക്കുകയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ, പക്ഷെ നമ്മളൊക്കെയും ഒരു കാലം വരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പക്ഷെ ഒരു ചെറിയ തോതിലെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആ ചാൻസ് കിട്ടുമ്പോൾ, അല്ലെ, അവർക്കൊന്ന് ചെറിയൊരു കുത്തല് വളരെ നൈസായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കും, ഒബ്വിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കും, ചീത്ത പറയാൻ പറ്റുമെങ്കിൽ ചീത്ത പറയും, അല്ലെ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. കാരണം നമുക്ക് അവരുമായിട്ട് എന്തോ ഒരു അപ്സെറ്റിലെ നമുക്ക് എന്തോ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നഖമ. ഇന്തിഖാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതികാരം എടുക്കുക. അതായത് ഗിൽറ്റി ആയിട്ടുള്ള കുറ്റവാളിയെ ശിക്ഷിക്കുക. ഓക്കെ, ഏതൊരു കുറ്റവാളിയാണോ അവനെ ശിക്ഷിക്കുക. അതായത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ്, വെറുതെ ശിക്ഷിക്കുന്നതിനല്ല. ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാല്, ഓക്കെ, അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നതിനാണ് ഇന്തിഖാം എന്ന് പറയുന്നത്. അവരോട് പ്രതികാരം എടുക്കുക, അവരിൽ പ്രതികാരം ചെയ്യാന്നുള്ളത്. ഇന്തിഖാം എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനലിന്റെ, അല്ലെ, ക്രിമിനലിൽ നിന്നും അവന്റെ ഹക്ക്, അല്ലെ, പിടിച്ചെടുക്കുക, ഒരാളുടെ അവകാശത്തിൽ നിന്നും പിടിച്ചെടുക്കാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്? അവൻ പ്രതികാരം അങ്ങേയറ്റം, അല്ലെ, സിവിയർ ആയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ്, പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവനാണ്. ആരെ? അവനെ അനുസരണക്കേട് കാണിക്കുന്നത്, അവൻ പറയുന്നത് കേൾക്കാതെ നടക്കുന്നവരെ, അവന് ബഹുമാനം കൊടുക്കാത്തവർ, അവന്റെ വാക്കുകൾക്ക് ബഹുമാനം കൽപ്പിക്കാത്തവർ, അവന്റെ വാക്കുകൾ ഞാൻ കേട്ടതായ ഭാവം പോലും നടിക്കാതെ തിരിഞ്ഞു നടക്കുന്നവർ, അത് അനുസരിക്കാത്തവരെ, അങ്ങനെയുള്ളവരെ അള്ളാഹു ശിക്ഷിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത്, നമ്മളെപ്പോഴും കാണാം അള്ളാഹു ഗഫൂർ റഹീം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അള്ളാഹ് ഭയങ്കരമായിട്ട് പൊറുക്കുന്നവനാണ്. നമ്മൾ പലപ്പോഴും അള്ളാഹു അസീസ് ആണെന്നുള്ളതും ഇന്തിഖാം ആണെന്നുള്ളതും മറന്നു പോകുന്നു. അസീസ് എന്ന് പറയുമ്പോൾ അവനെല്ലാം പറ്റും, അവൻ ഈ പറഞ്ഞതൊക്കെ അതേപോലെ നടത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാം. ശരിക്കും പേടിപ്പെടുത്തുന്നുണ്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ, ആമീൻ. അതേസമയം നമുക്ക് വേറൊരു രീതിയിലും ഇത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഈ അറിവ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, അല്ലെ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കുകയും ചെയ്യും. ഇനി അവരെ സ്വീകരിച്ചില്ലെങ്കിലോ, അല്ലെ, അവര് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ വെറുക്കലാണോ, അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞ് ഒഴിവാക്കലാണോ? ശരിക്കും അതുകൊണ്ട് ചീത്ത പറഞ്ഞ് ഒഴിവാക്കിയതുകൊണ്ട് അത് നമ്മൾ തീരുന്നില്ലല്ലേ നമ്മുടെ ഉത്തരവാദിത്വം? കാരണം ഇത്രയും ഭീകരമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാറ്റ് അവർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തള്ളിവിടലാണോ? ഒരു പക്ഷെ അവര് കേൾക്കായ്മ നമുക്കുള്ള ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തത് അവരനുസരിക്കാത്തത് നമുക്കുള്ള ടെസ്റ്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്? നമ്മൾ പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ചാണോ ദഅവ ചെയ്യുന്നത്, അല്ലേ? എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവ ചെയ്തത്? ആളുകൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണോ? ചീത്ത പറഞ്ഞുകൊണ്ടാണോ? എന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നീ നന്നാവൂല, അല്ലെ, ഞാൻ കണ്ടില്ലേ, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, ഞാൻ മുത്തക്കയാ, ഞാൻ മറ്റേതാ, ഞാൻ മറിച്ചതാ, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവ ചെയ്തത്? സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ എന്താ ചെയ്യണ്ടേ? പല അപ്രോച്ചുകൾ എടുക്കേണ്ടി വരും, അല്ലേ? അവർക്ക് ബോധിക്കുന്ന രീതിയിൽ, അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഈ കാര്യങ്ങൾ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം, അല്ലെ? അവരെ ബോധിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ ഖുർആനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തിരിച്ചും വളച്ചു ഓടിച്ചുകൊണ്ടല്ല കേട്ടോ, പക്ഷേ ഹിക്മത്ത് ഉപയോഗിച്ചല്ലേ. ചിലപ്പം ഇന്റലക്ച്വൽ ആയിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ വേണ്ടി വരും. ഏറ്റവും ഭംഗിയായിട്ട് തർക്കിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു പക്ഷെ നമുക്ക് കാണിക്കേണ്ടി വരും. അതും അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദഅവ നടത്തേണ്ടി വരും, അല്ലെ? നമ്മുടെ സ്വഭാവം ശുദ്ധീകരിച്ച് ഭംഗിയാക്കി സ്വഭാവം ഖുർആനാക്കാൻ ശ്രമിച്ചുകൊണ്ട്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹുദ എന്നുള്ള വാക്ക്, അല്ലെ, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഏത് തരത്തിലുള്ള ചേഞ്ചാ? നമ്മുടെ ചേഞ്ച് ചുറ്റുപാടുമുള്ളവരെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ച്.
ഇവള് നന്നായി അവര് നോട്ടീസ് ചെയ്യുമ്പം നാച്ചുറലി ആളുകൾ അട്രാക്റ്റഡ് ആവുന്നില്ലേ ഇരുന്നില്ല. നല്ല മാറ്റാണെങ്കിൽ എന്തുകൊണ്ടും ആളുകൾ അട്രാക്റ്റഡ് ആവും. നല്ല നല്ല ആളുകൾ ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ. ക്ഷമ കാണിക്കുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന, സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന, എന്താണ് മാതൃക കാണിച്ചു കൊടുക്കുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റം നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ ചുറ്റുപാടുള്ള ആളുകൾ ഉറപ്പായിട്ടും നമ്മളിൽ അട്രാക്റ്റഡ് ആകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ദഅവ. ആ ദഅവ അന്ന് കാണിച്ചത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഇത്ര പവർ. നമ്മൾ പറയുന്ന പോലെ ഇൻസൾട്ട് ചെയ്തും ചീത്ത പറഞ്ഞും ഞാൻ ഭയങ്കര മുത്തക്കെ, നിന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ദഅവയാണ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആരും ഓർക്കില്ലായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു പക്ഷെ നമ്മളെ ചുറ്റുപാടുമുള്ളവർക്ക് ഹിദായ കിട്ടിയേക്കാം, അല്ലെ? നമ്മൾ മാറിയത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളെ ചുറ്റുപാടുള്ളവർക്ക് എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ആമീൻ. പക്ഷേ അവിടെയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. ഈ പറഞ്ഞതിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് പ്രിയപ്പെട്ടവരിലും കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല, അല്ലെ? നമ്മുടെ ചുറ്റുപാടും നമ്മൾ വെറുതെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഇതിനെക്കുറിച്ച് അറിയാത്തവര് എത്രയുണ്ടല്ലേ? ഇതിനകത്തുള്ള ഖുർആനകത്തുള്ള ഈ ഭംഗി, ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും സത്യത, പലർക്കും ഇതൊക്കെ ഖുർആനല്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു യഖീനോ അല്ലെ വിശ്വാസം പോലും ഇല്ലാത്തവരാണ് മുസ്ലിങ്ങളായിട്ടുള്ളവർ പോലും. ഒരുപാട് ആളുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും ചുറ്റിലുമുണ്ട്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രോമിസ് ആണ്, അവൻ സത്യം എല്ലാവരിലേക്കും എത്തിക്കുന്നു, അവൻ എത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യൂലേ? നിന്നിലേക്ക് ഞാനിത് അറിയിച്ചു തന്നിട്ട്, നിനക്കത് ഉൾക്കൊള്ളാവുന്ന പാകത്തിൽ ഞാൻ മനസ്സിലാക്കി തന്നിട്ട് നീ അത് അറിയിച്ചോന്ന്? സുബ്ഹാനല്ലാഹ്. നമ്മളെ ചുറ്റുപാടും ഇപ്പോഴും ആളുകളില്ലേ, അല്ലെ? അവരോട് നമ്മൾ ചിരിച്ചും കളിച്ചും അവരുടെ കൂടെ എൻജോയ് ചെയ്ത് കൺവീനിയന്റ് ആയിട്ട് അവരിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നത്, അവരുടെ റിയാക്ഷനെ പേടിച്ച്. സുബ്ഹാനല്ലാഹ്. സോ ഭയങ്കര സീരിയസ് ആണ് ഇങ്ങനെ ഒരു സത്യം അറിയുമ്പോൾ. നമുക്കിങ്ങനെ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കാനും നമ്മളുടെ വളരെ നൈമിഷികമായിട്ടുള്ള അല്ലറ ചില്ലറ ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും കളയാൻ നമുക്ക് സമയമില്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പുതിയ ആളുകളൊന്നും ബേജാറാവണ്ട കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മെല്ലെ 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 എത്തിക്കും. നമ്മൾ ഓരോന്നും അബ്സോർബ് ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ അള്ളാഹു നമുക്കൊരു വഴി തുറന്നു തരും. ഓക്കെ, അപ്പം ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സ്വർഗത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ ചുറ്റുപാടുമുള്ളവരെ സ്വർഗത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് അള്ളാഹു ഇത്രയും കഠിനമാറിയ ശിക്ഷ, അള്ളാഹു ഇറക്കിയ ഖുർആൻ അറിയാത്തത് കൊണ്ട് സ്വീകരിക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് നമുക്കറിയാൻ പറ്റില്ല, സ്വീകരിക്കാത്തത് കൊണ്ട് ശിക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഖുർആൻ എത്തിച്ചു കൊടുക്കേണ്ടവരുടെ ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തർക്കുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അല്ലെ, നമ്മൾ ഓരോരുത്തരും പല പല ലെവലുകളിലുള്ളവരാണ്. നമുക്ക് എങ്ങനെയാണ് കൺവേ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരായിരിക്കും, അല്ലെങ്കിൽ അത് ഏത് ഹിക്മത്താണ് അതിനെ ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ടതെന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരുപോലെ പെടുട്ടോ ഇതില്. എല്ലാ മനുഷ്യന്മാരിലേക്കും ഉള്ളതാണ് ലിന്നാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പം ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും നമ്മളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് അള്ളാന്റെ അടുത്തല്ലേ, നമുക്ക് വേറെ എന്തിനും എവിടെയാ സമയമുള്ളേ? ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, റബ്ബേ എനിക്ക് പറ്റണേ റബ്ബേ, നിന്റെ ഖുർആൻ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നീ ഒരു വഴി തുറന്നു. എനിക്കറിയില്ല എനിക്ക് എന്നെ കൊണ്ട് എന്താ പറ്റുക, എന്റെ കഴിവിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല, എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് എന്ത് ഹിക്മത്താ ഉപയോഗിക്കേണ്ടെന്ന് അറിയില്ല റബ്ബേ. നിന്റെ മുമ്പിൽ ഞാൻ വീണ് കറിയാണ് റബ്ബേ, നീ കാണിച്ചത് എങ്ങനെയാ ഞാൻ അത് ഓരോരുത്തരിലേക്കും എത്തിക്കുക. എന്നിട്ട് നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന ചെറിയ ചെറിയ വഴികൾ, ഓക്കെ, ഓരോരുത്തരുടെ മുമ്പിൽ അള്ളാഹു പല വഴികളും തുറക്കും. ഒരു കുഞ്ഞു സ്റ്റെപ്പ് ആയിരിക്കും അത്. ചിലപ്പോ ഈവൻ ഒരു കോർഡിനേഷൻ ആണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്, ദീനി മാർഗത്തിൽ നമ്മൾ ഒരു ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ പോലും അവിടെ നിന്നുള്ള പല എക്സ്പീരിയൻസും നമ്മളെ വളർത്തും. അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അടുത്ത ലെവലിലേക്ക് വളർത്തും. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ എന്തൊരു അവസരം വന്നു കഴിഞ്ഞാലും അതിനെ ഉപയോഗിച്ച് മെല്ലെ 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 വളർന്ന് അള്ളാഹു ഒരു സമയത്ത് നമ്മൾ പാകാന്ന് തോന്നുമ്പോൾ അള്ളാഹു നമുക്ക് ആ ഹിക്മത്തുകളും ഓപ്പൺ ആക്കി തരും. മറ്റുള്ളവർക്ക് എങ്ങനെ എന്ത് പറഞ്ഞു കൊടുക്കണം, ഏത് രീതിയിൽ അവർക്ക് സ്വീകാര്യമായ രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം, നമ്മളെ ജീവിതത്തിനെ എങ്ങനെയൊക്കെ മാറ്റണം, റബ്ബ് നമ്മളിലേക്ക് എത്തിക്കും. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ആളുകളോട് അല്ലെ, അത് ഏത് ജാതിയാണെങ്കിലും ഏത് ടൈപ്പ് മനുഷ്യന്മാരാണെങ്കിലും അവരുടെ അടുത്ത് ഏറ്റവും നന്നായി ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, ഖുർആന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്തുകൊണ്ട്. അത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഓഫ് ദഅവയാണ്.
ദുആ ചെയ്യാം. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള വഴികൾ, ഓരോരുത്തർക്കും അവനവന്റെ ജീവിതത്തിൽ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അള്ളാഹിന്റെ കലാമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അമീൻ. നമുക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഖുർആൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു പറഞ്ഞ ഈ കഠിനമേറിയ അദാബുൻ ശദീദിൽ നിന്ന് രക്ഷ നേടാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. റബ്ബിന്റെ കാരുണ്യം നമുക്ക് നമ്മളെല്ലാവരുടെയും മേലെ ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹു മഗ്ഫിറത്ത് തന്ന് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അവന്റെ കാരണം കൊണ്ട് നമ്മൾ എല്ലാവരെയും, അവരെയും നമ്മളെയും നമ്മളെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ നമ്മുടെ ചുറ്റുപാടും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് അത് എത്തിച്ചു കൊടുക്കാനുള്ള വഴികളും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ തുറന്നു തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.